ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മാരുതി സുസുക്കി ഇന്ത്യയിൽ ഇപ്പം ഒരുപാട് വണ്ടികൾ ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ 8 പുതിയ വണ്ടികൾ അവരിവിടെ ഇറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 നമുക്കറിയാം, സ്വിഫ്റ്റും അതുപോലെ ഇനി വരാൻ പോകുന്ന പുതിയ ജനറേഷൻ ഡിസയറും ആണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം ഇവരുടെ ഇലക്ട്രിക് വണ്ടികളും വരുന്നതായിട്ട് നമുക്കറിയാം. അതിലൊന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ഓട്ടോ എക്സ്പോയിലൊക്കെ കണ്ട EVX കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വാഹനമായിരിക്കും. ഇതിൻ്റെ തന്നെ ടൊയോട്ട ഡെറിവേറ്റീവും തീർച്ചയായും ഉണ്ടാവും. പക്ഷേ എന്നാൽ ഇതിനൊക്കെ പുറമെ മറ്റൊരു വണ്ടി കൂടി വരുന്നുണ്ട്. അതും ഒന്നെങ്കിൽ 2025 അവസാനം അല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ്ങിൽ വരുമെന്നാണ് പറയുന്നത്. അതൊരു ഇലക്ട്രിക് MPV ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഫോട്ടോ ആണ്. ആൻഡ് എൻ്റെ അടുത്ത് ഈ വാഹനത്തിൻ്റെ വേറെ ഒരു ഫോട്ടോ ഇല്ല. EVX പിന്നെ ഒരു കോൺസെപ്റ്റായിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ പല ഫോട്ടോസ് അവൈലബിൾ ആണെങ്കിലും ഈ ഇലക്ട്രിക് MPV അവർ ജസ്റ്റ് അനൗൺസ് ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് റെൻഡേഴ്സ് ഇങ്ങനെ വരുന്നുണ്ടെന്നല്ലാണ്ട് ശരിക്കുള്ള വണ്ടിയുടെ ടെസ്റ്റിംഗ് പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇമേജ് അറിയില്ല. ഇനി ഇതിനൊക്കെ പുറമെ വേറെ ഒരു ചെറിയ MPV വരുന്നുണ്ട് കേട്ടോ. അതും ഒരു ഇലക്ട്രിക് SUV തന്നെയാണ്. എന്ന് വെച്ചാൽ SUVയുടെ രൂപമുള്ള ഒരു ചെറിയ മിനി വണ്ടി, എന്ന് വെച്ചാൽ എസ്പ്രസോ ഒക്കെ പോലത്തെ ഒരു ഇലക്ട്രിക് രൂപം എന്ന് പറയും. എസ്പ്രസോയുടെ EV അല്ല, ഇത് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരാൻ പോകുന്ന വണ്ടിയായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഞാൻ ആദ്യം കാണിച്ച ആ രണ്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ EVX കോൺസെപ്റ്റ് അല്ല, അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഇലക്ട്രിക് MPV കാണിച്ചില്ലേ, ആ വണ്ടിയെ പറ്റിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വേറെ ഫോട്ടോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് EVXൻ്റെ ഇമേജസ് മാത്രമായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നത് YMCയെ പറ്റിയാണ്. ഓക്കെ, ബൈ ദ വൈ ഈ വണ്ടിയുടെ കോഡ് നെയിം YMC എന്നാണ്. നമ്മളിപ്പം EVX കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് YMC എന്നൊരു കോഡ് നെയിമിലാണ് ഇപ്പോൾ അവർ ഇതിനെ വിളിക്കുന്നത്. പക്ഷേ ശരിക്കും വണ്ടി വരുന്ന സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല പേര്, തീർച്ചയായും പേരിൽ വ്യത്യാസം ഉണ്ടാവും. ഇതെനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമായിട്ടാണ് തോന്നിയത്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ വാഹനം സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ പ്യുവർ EV മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിലാണുള്ളത്. അല്ലാണ്ട് ഇവരുടെ എക്സിസ്റ്റിംഗ് വണ്ടി എടുത്ത് അവർ കൺവേർട്ട് ചെയ്യുന്നല്ല ഇലക്ട്രിക്കിലേക്ക്. ടൊയോട്ടയുടെ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരാൻ പോകുന്നത്. അത് നമ്മളിപ്പം EVXലൊക്കെ കാണാൻ പോകുന്ന സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. ടൊയോട്ടയുടെ ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ഉണ്ട്, 27PL എന്നാണ് അതിൻ്റെ പേര്. അത് ഗ്ലോബലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ കുറച്ചും കൂടെ ടോൺ ഡൗൺ വേർഷനാണ്. ഇന്ത്യക്ക് വേണ്ടി അവർ കൈൻഡ് ഓഫ് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടൊയോട്ട പ്ലാറ്റ്ഫോം കൊടുക്കുന്നു എന്നുള്ളതല്ലാണ്ട് ബാക്കി വലിയ പരിപാടികളൊന്നും ടൊയോട്ട എടുക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം കൂടുതൽ ബാക്കി പണികളും എടുക്കുന്ന മാരുതി സുസുക്കി തന്നെ ആയിരിക്കും. ഐ മീൻ സുസുക്കി ഇൻ ജനറൽ ആയിരിക്കും. എന്തായാലും ഈ വണ്ടിയുടെയും ഒരു ടൊയോട്ട ഡെറിവേറ്റീവ് തീർച്ചയായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെയും ലോഞ്ച് പറയുന്നത് 2026 സ്റ്റാർട്ടിങ്ങിലേക്കാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം 9 to 12 മാസത്തിന് ശേഷം ടൊയോട്ടയുടെ വണ്ടി ലോഞ്ച് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാഡ്ജ് എഞ്ചിനീയർ ചെയ്താലും പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഒന്നാമത്തെ കാര്യം പ്ലാറ്റ്ഫോം ടൊയോട്ടയുടെ ആണ്. ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പ്ലാറ്റ്ഫോം ആണല്ലോ. ഇപ്പം മാരുതി സുസുക്കി തന്നെ ഇൻവെസ്റ്റ് ചെയ്തൊരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിനെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമില്ല. പക്ഷേ അവർ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ മാക്സിമം ലോക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടതും. കാരണം പുറത്തുനിന്നുള്ള കോമ്പണൻസ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വില കൂടും. ഇവർ അകത്തുനിന്നുള്ള കോമ്പണൻസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മാക്സിമം ബാറ്ററിയും സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന വണ്ടികൾക്ക് രണ്ടിനും കൂടെ നല്ല സെയിൽസ് ടാർഗറ്റാണ് ഇനീഷ്യലി ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ YMC എന്ന് പറയുന്ന ഇവരുടെ MPVക്ക് ഒരു വർഷം ആനുവലി 50,000 വണ്ടികളുടെ സെയിൽസ് വരെ അവർ വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇനീഷ്യൽ കേസിൽ. ഈ 50,000 വണ്ടികൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 4,000 അടുത്തൊക്കെ അവർ ടാർഗറ്റ് ഇടുന്നുണ്ട്. ആക്ച്വലി 50,000 to 60,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 4,000 to 5,000 ഇടയിൽ ഈ വാഹനത്തിന് സെയിൽസ് ടാർഗറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അത് ഇലക്ട്രിക് വണ്ടികളെ വെച്ച് കൺസിഡർ ചെയ്യുമ്പം ഒരു വലിയ സെയിൽസ് ടാർഗറ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു MPV കൂടി ആകുമ്പം. കാരണം ഇന്ത്യയിൽ ഓൾറെഡി MPVs അത്ര പോപ്പുലർ അല്ല. പക്ഷേ ആ പോപ്പുലാരിറ്റി കുറവ് മാരുതി സുസുക്കിക്ക് ഇല്ല കേട്ടോ. അത് അവർക്ക് ബാധകമേ അല്ല. കാരണം എർട്ടിക വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് MPV ആണ്. ഒരു മാസം 10,000-ന് മുകളിൽ സെയിൽസ് കിട്ടുന്ന MPVകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. പക്ഷേ എന്നാൽ അങ്ങനെ കിട്ടുന്ന ഒരേ ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ എർട്ടിക. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഒരു ഇലക്ട്രിക് MPV, അതും സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലൊക്കെ ഇറക്കാൻ ഇത്രയും കോൺഫിഡൻസ് വന്നത്. എന്തായാലും ഇത് ജസ്റ്റ് ഇനീഷ്യൽ ഫേസിലുള്ള ഇവരുടെ ടാർഗറ്റാണ്. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ 2.5 ലക്ഷം വണ്ടികൾ വരെ ഇവർ ഈ രണ്ടെണ്ണം, അതായത് നമ്മുടെ EVX കോൺസെപ്റ്റും YMC രണ്ടും കൂടെ ചേർന്നിട്ട് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആനുവൽ പ്രൊഡക്ഷൻ തന്നെയാണ്. 2.5 ലക്ഷം EVs ഒക്കെ ഈ 2 വണ്ടികളായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഏകദേശം 1.25 ലക്ഷത്തോളം, അല്ലെങ്കിൽ പോട്ടെ 1 ലക്ഷത്തിനടുത്ത് നമുക്ക് ഇലക്ട്രിക് MPVക്കും അതുപോലെ ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് SUVക്ക് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവായിരിക്കും ടാർഗറ്റ്.
അതായത് ഇലക്ട്രിക് വണ്ടികൾക്ക് 8,000 10,000 ഇടയിൽ വരെ അവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇടുന്നുണ്ട് ഇപ്പോൾ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ. ഇങ്ങനെയൊക്കെ മാരുതി സുസുക്കി വിചാരിക്കുന്ന പോലൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2027 to 2028 മാരുതി സുസുക്കി ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രിക് കാർ മാനുഫാക്ചറായി മാറും എന്നുകൂടിയാണ്. ഇവരെന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അവർ പറയുന്നത് മാത്രമല്ല, കാരണം ഇപ്പം നമ്മുടെ ടാറ്റയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു മാസം അത്യാവശ്യം ഇലക്ട്രിക് വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 8,000 10,000 ആ റേഞ്ചിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വണ്ടികൾ. പക്ഷേ മാരുതി സുസുക്കിയുടെ വണ്ടികൾ വരുമ്പോഴേക്കും അവർ ഒരു അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള പ്രൈസിങ്ങിലും കൂടി വണ്ടികൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് കൂടുതൽ ട്രസ്റ്റ് ഇതിലായിരിക്കും. കാരണം ടാറ്റ എന്ന് പറയുമ്പം എപ്പോഴും ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ സർവീസിൻ്റെ ഇഷ്യൂ, ഇലക്ട്രിക് വണ്ടികൾക്ക് അങ്ങനെ പൊതുവെ വലിയ സർവീസിൻ്റെ ഇഷ്യൂ വരേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ചില വണ്ടികളിലൊക്കെ അവർ ഇറക്കുന്നതിൽ ഗ്ലിച്ചൊക്കെ ഉണ്ടാവും. അതായത് ചെറിയ കുറച്ച് സോഫ്റ്റ്വെയർ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇവരുടെ വണ്ടികളാകുമ്പോഴേക്കും ആൾക്കാർക്ക് കൂടുതൽ ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാടി കയറി എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടികൾ എടുക്കുന്നവരൊക്കെ. അങ്ങനെയാണ് കുറേ പേരും ടാറ്റ എടുക്കാൻ മടിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിലൊക്കെ. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ലീഡിങ് നമ്പർ 1 ഇലക്ട്രിക് കാർ മാനുഫാക്ചർ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. അത് കുറച്ച് കാലത്തേക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. ഇതിനനുസരിച്ച് ഇപ്പോൾ കാലം മുമ്പോട്ട് പോകുന്തോറും അവരും വണ്ടികളുടെ വില കുറച്ച് പുതിയ നല്ല ഇലക്ട്രിക് വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും ടാറ്റയ്ക്ക് പിടിച്ച് നിൽക്കാവുന്നേ ഉള്ളൂ. ഇവർ ശരിക്കും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാം. മാരുതിയും അതുപോലെ ടാറ്റ ആയിട്ടായിരിക്കും ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ മത്സരം നടക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ശരിക്കും നമ്മുടെ ഹ്യുണ്ടായും അതുപോലെ തന്നെ മാരുതി സുസുക്കി ആയിട്ടായിരുന്നു. ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വണ്ടികൾ ഇപ്പോഴും വരുന്നതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ക്രെറ്റ EV ഒക്കെ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുള്ളൂ. അവരല്ലാണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറൊക്കെ നിർമ്മിച്ച് ഒരു ബഡ്ജറ്റ് വണ്ടി ഒന്നും ഇറക്കുന്നതിനെ പറ്റി ഇപ്പോൾ യാതൊന്നും പറയുന്നില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എടുത്ത് കൺവേർട്ട് ചെയ്ത് വണ്ടികൾ ഇറക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും മാരുതി സുസുക്കി ഇറക്കാൻ പോകുന്ന ആദ്യത്തെ വണ്ടി തന്നെ അവർ മറ്റേ പ്ലാറ്റ്ഫോമിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ വെച്ച് തന്നെ ഇറക്കുക എന്നുള്ളതാണ്. ശരിക്കും ജനറലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ വെച്ചുള്ള വണ്ടികളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്കിപ്പോൾ കിട്ടുന്ന വണ്ടികൾ BYD സീലുണ്ട്, പിന്നെ BYD Atto 3 ഉണ്ട്, അതുപോലെ കിയയുടെ EV6, ഹ്യുണ്ടായി Ioniq 5 ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളും 30 റേഞ്ചിന് മുകളിലാണ്, 30 lakhsന് മുകളിലാണ്. ഈവൻ E6 ആണെങ്കിൽ പോലും 30 lakhsന് അടുത്തൊക്കെയാണ് നിൽക്കുന്നത്. നോർമൽ കമ്പ്യൂട്ടർ യൂസിന് വാങ്ങാൻ പറ്റില്ല. വാങ്ങാൻ പറ്റും, പക്ഷെ ഒട്ടും ഫീച്ചേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നടക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ഇലക്ട്രിക് MPV ആണ്, പക്ഷേ 7 സീറ്റർ അല്ല, 5 സീറ്റർ മാത്രമേ ഉള്ളൂ. അത് BYDയുടെ വണ്ടിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം ഇനി വരും കാലത്തെ ഇലക്ട്രിക് യുഗത്തിൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് വാഹന നിർമ്മാണ കമ്പനികളുടെ കാര്യത്തിൽ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നതെന്ന്. പിന്നെന്തായാലും ഇവർ ഈ വണ്ടികളൊക്കെ ഇറക്കി ഇവിടെ മാത്രം ഉൾക്കൊള്ളിച്ച് നിർത്താനല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ ഹൈ വോളിയത്തിൽ അവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും എന്നും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ചേർത്താണ് കേട്ടോ ഈ വോളിയൂംസ് പറയുന്നത്. അതായത് ഇന്ത്യക്ക് വേണ്ടി മാത്രം അവർ പറയുന്ന 2.5 ലക്ഷം വണ്ടികൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യും എന്നല്ല. അതിൽ കുറച്ചൊക്കെ എക്സ്പോർട്ട് പോകും, പിന്നെ കുറച്ചൊക്കെ ടൊയോട്ടയും വാങ്ങും. അത് നമ്മൾ മറന്നുപോയി. ടൊയോട്ടയുടെ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ് ടൊയോട്ടയ്ക്ക് കൊടുക്കുന്നത്. ആക്ച്വലി ടൊയോട്ടയുടെ പ്ലാറ്റ്ഫോം ആണെങ്കിലും വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാരുതി സുസുക്കി അവരുടെ സ്വന്തം പ്ലാനിൽ തന്നെ ആയിരിക്കും. അത് ടൊയോട്ടയ്ക്ക് ബാഡ്ജ് എഞ്ചിനീയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് ഇപ്പോഴത്തെ മാരുതി സുസുക്കിയുടെയും ടൊയോട്ടയുടെയും ഇലക്ട്രിക് വണ്ടികളെ പറ്റിയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.